നമസ്കാരം പ്രിയമുള്ളവരെ. ടെക്നോളജികൾ വികസിച്ച് വരുന്നതനുസരിച്ച് തട്ടിപ്പുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ബഹ്റൈനിൽ തന്നെ നിരവധി തട്ടിപ്പുകളുടെ കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന തട്ടിപ്പിൻ്റെ പുതിയ ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്ന ഓൺലൈൻ പേയ്മെൻറ്റുകൾ. അതായത് ടെലികോം കമ്പനികളുടെ ബാറ്റൽകോയുടെയോ സെയിൻ്റെയോ STCയുടെയോ ഒക്കെ പോസ്റ്റ്പെയ്ഡ് കണക്ഷനുള്ള ആളുകൾ അതിൻ്റെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ സേവനങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഒരു വലിയൊരു തട്ടിപ്പിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും കൃത്യമായിട്ടുള്ള അതിൻ്റെ ബാറ്റൽകോയുടെയോ സെയിൻ്റെയോ STCയുടെയോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ ഡയറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ക്വിക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോവുകയും തുടർന്ന് വരുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അവസാനം അത് ഫേക്ക് ലിങ്ക് ആയിരിക്കും. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതിനുശേഷം അങ്ങനെയുള്ള പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് കാർഡിലുള്ള ബാക്കി ക്യാഷ് കൂടി ആ തട്ടിപ്പ് വീരന്മാർ തട്ടിയെടുക്കുന്ന ഒരു പ്രവണത ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 400ഓളം ദിനാറ് ഈ രീതിയിൽ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ എത്രമാത്രം ഇത്തരം സംഭവവികാസങ്ങൾ നമ്മളൊക്കെ കണ്ടാലും കേട്ടാലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പെട്ടെന്ന് വീണ്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിനിയോഗിക്കും, വീണ്ടും നമ്മൾ ട്രാപ്പിലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത്തരം പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ പരമാവധി ആ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഗിൻ കൊടുത്തതിന് ശേഷം മാത്രം ശരിയായ സൈറ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. അതല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകേണ്ടി വരും. മറ്റുള്ള ബെനിഫിറ്റ് പേ പോലുള്ള പേയ്മെൻറ്റുകൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുത്ത് തിരിച്ചെടുക്കുന്നത് പോലെ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയ ആളുകളിൽ നിന്ന് ഫണ്ട് തിരിച്ചെടുക്കുക എന്നുള്ള പ്രയാസമാണ്. പരാതി കൊടുത്തിട്ടൊന്നും യാതൊരു നടപടികളും ഉണ്ടാകാത്ത നിരവധി കേസുകളുണ്ട്. അപ്പം അത് അവരുടെ കയ്യിൽ നിൽക്കുന്ന കേസ് കെട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. മറ്റു പല രാജ്യങ്ങളൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കും ഇത്തരം തട്ടിപ്പുകൾ പല ആളുകളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇത്തരം പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.